അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിഷ്ടം മുജാഹിദും കേന്നം മുജാഹിദും തമ്മിൽ തല്ല് മുറുകിക്കൊണ്ടിരിക്കുകയാണ്. അനസ് മൗലവിയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങളല്ല ഞങ്ങൾ പറയുന്നത്, ഞങ്ങൾ ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അനസ് മൗലവിയുടെ വീട്ടിൽ നടന്ന കാര്യങ്ങൾ തെരുവുകളിൽ പറയേണ്ടതില്ലെന്നും മാലിക് സലഫി. ഇരുട്ടിന്റെ മറവിൽ തപ്പിൽ തടയുന്ന ഒരാൾ ഒരു ശബ്ദം കേട്ടു. ആ ശബ്ദത്തിന്റെ ഉടമ ജിന്നോ മലക്കോ ആണെന്ന് വിചാരിച്ചുകൊണ്ട് ഒരു വെളിച്ചം തരാമോ എന്ന് ചോദിച്ചാൽ ശിർക്കാവുകയില്ല എന്ന് ജബ്ബാർ മൗലവി അൽ ഇസ്ലാഹ് മാസികയിൽ എഴുതിയ ലേഖനം ശിർക്കാണെന്ന് മടവൂരികൾ പറഞ്ഞപ്പോൾ മറുപടി കൊടുത്ത ആളാണ് അനസ് മൗലവി. അന്ന് ശിർക്കല്ല എന്നാണ് അനസ് മൗലവി വാദിച്ചിട്ടുള്ളത്. ഇപ്പോൾ അനസ് മൗലവി പറയുന്നത് അത് ശിർക്ക് തന്നെയാണെന്നാണ്. അതിനുവേണ്ടി ആയത്തുകൾ ഓതുകയാണ്. ജിബ്രീൽ അലൈഹിസ്സലാം എപ്പോഴാണ് ജിന്നിനോട് വെളിച്ചം ചോദിക്കൽ ശിർക്കാണെന്നതിന് ഈ ആയത്ത് തെളിവാണെന്ന് അനസ് മൗലവിയോട് വന്ന് പറഞ്ഞിട്ടുള്ളത്. അനസ് മൗലവി ഇപ്പോൾ ക്ലിപ്പ് പേടിയിലാണെന്നും മാലിക് സലഫി. അനസ് മൗലവി എങ്ങാനും ഈ സമയത്ത് മരണപ്പെടുകയാണെങ്കിൽ മരണസമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നല്ല ഉച്ചരിക്കുക, ക്ലിപ്പ് 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 എന്നുച്ചരിച്ചുകൊണ്ടായിരിക്കും അദ്ദേഹം ഈ ലോകത്തോട് വിട പറയുക എന്നും മാലിക് സലഫി പരിഹസിച്ചു. അനസ് മൗലവി മുമ്പ് അൽ ഇസ്ലാഹ് മാസികയിൽ എഴുതിയ ലേഖനം ശിർക്കല്ല എന്ന് പറഞ്ഞത് KNMന്റെ വേദിയിൽ വെച്ചാണ്. KNMന്റെ ആദർശമായിട്ടാണ് പറഞ്ഞിട്ടുള്ളത്. KNMന്റെ ആദർശമല്ല എങ്കിൽ അനസ് മൗലവി അന്ന് പറഞ്ഞത് KNMന്റെ ആദർശമല്ല എന്ന് ഹനീഫ് കായക്കൊടിയോ KNMന്റെ മറ്റു നേതാക്കളോ പറയണം. KNMന്റെ ആദർശമായിരുന്നു അന്ന് അനസ് മൗലവി പറഞ്ഞതെങ്കിൽ എന്തുകൊണ്ട് അത് മാറ്റി പറയേണ്ട അവസ്ഥ KNMന് വന്നു? KNMന്റെ ആഫീസിൽ എപ്പോഴാണ് ജിബ്രീൽ വന്നത്? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ടാണ് KNMന്റെ നേതാക്കന്മാരും അനുയായികളും തൗബ ചെയ്യാത്തത്? അനസ് മൗലവി മാത്രം തൗബ ചെയ്തതുകൊണ്ട് എന്ത് കാര്യമാണുള്ളത്? ഞങ്ങൾ പറയുന്നതോ ക്ലിപ്പ് വിടുന്നതോ അനസ് മൗലവിയുടെ വീട്ടിൽ നടന്ന കാര്യമല്ല. അതുകൊണ്ട് തന്നെ അനസ് മൗലവിയുടെ വീട്ടിൽ നടക്കുന്ന കാര്യങ്ങൾ പുറത്തു പറയേണ്ട കാര്യവുമില്ല. അൽ ഇസ്ലാഹ് മാസികയിൽ വന്ന ലേഖനം എത്തിക്കൊടുത്തിട്ടുണ്ട്. അൽ ഇസ്ലാഹ് മാസികയിൽ അത് പ്രസിദ്ധീകരിക്കാൻ വൈകിയത് കൊണ്ടാണ് അത് ജനങ്ങൾ അറിയാതെ പോയതെന്നും അവസാനം ഹുസൈൻ സലഫി ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് അൽ ഇസ്ലാഹ് മാസികയിൽ പ്രസിദ്ധീകരിച്ചതെന്നും അനസ് മൗലവി പറഞ്ഞത് പച്ചക്കളവാണ്. അദ്ദേഹത്തിന്റെ വീഡിയോ തെളിവായി വിട്ടുകൊണ്ട് മാലിക് സലഫി പറഞ്ഞു, അല്ലാഹു തആല നൽകപ്പെട്ട കഴിവിൽ നിന്നാണ് ജിന്നിനോട് സഹായം ചോദിക്കുന്നത്. അതുകൊണ്ട് തന്നെ അത് ശിർക്കല്ല എന്ന് പറഞ്ഞപ്പോൾ അതിനെ വിമർശിച്ചത് സമസ്തയും മടവൂരികളുമാണ്. അള്ളാഹുവിന്റെ സിഫത്താണ് ഖാദിർ, അല്ലാതെ ജിന്നിന്റെ സിഫത്തല്ല ഖാദിർ. ജിന്നിന് ഖാദിർ എന്ന സിഫത്തുള്ളതായി പ്രമാണങ്ങളിൽ കാണാനും സാധ്യമല്ല എന്ന് വിമർശിച്ചത് മടവൂരികളും സമസ്തയുമാണ്. ആ പണിയാണിപ്പോൾ അനസ് മൗലവി എടുക്കുന്നതെന്നും മാലിക് സലഫി വിമർശിച്ചു. ആ രസകരമായ മറുപടി കേൾക്കാൻ പോകാം വീഡിയോയിലേക്ക്. ഇസ്ലാഹിലെ ലേഖനം ശിർക്കാൻ ആരാ പറഞ്ഞത്? മർക്കസ് ദാവക്കാർ. അന്ന് മുജാഹിദുകൾ KNMന്റെ വേദിയിൽ നിന്ന് ആർജവത്തോടുകൂടി മറുപടി കൊടുത്തു. എവിടെ ശിർക്ക്? കാണിക്ക്. ശിർക്ക് 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 എന്ന് പറഞ്ഞാൽ പറ്റൂലല്ലോ. ആരാ മറുപടി കൊടുത്തത്? നമ്മളൊക്കെ സുഹൃത്തായ ബഹുമാനൻ അനസ് മൗലവി തന്നെ മറുപടി കൊടുത്ത്. ഇപ്പൊ മൂപ്പര് ക്ലിപ്പിടുന്നത് ഭയങ്കര പേടിയാണ്. എന്തോന്നറിയില്ല. ഞമ്മക്കൊന്നിപ്പോ പിന്നെ ആദർശങ്ങനെ ദിവസം മാറ്റിക്കൊണ്ടിരിക്കുന്ന അവസ്ഥ ഇല്ലല്ലോ. അള്ളാഹു അതിന് നമ്മൾ കാത്തുരക്ഷിക്കുമാറാവട്ടെ. ഇപ്പോ ഖബർക്ക് പോകുമ്പോഴും വിശുദ്ധക്കാർക്ക് ക്ലിപ്പ് എന്നൊക്കെയാണ് പറഞ്ഞത്. വല്ലാത്ത അവസ്ഥയാണ് സഹോദര. അത് നമ്മൾക്ക് സുഹൃത്താണ്. നിങ്ങളെ ക്ലിപ്പിടുന്നത് അത് നിങ്ങളെ പവർ കൊണ്ടോ അല്ലെ നിങ്ങളെ കാണിക്കാനോ അല്ല, നിങ്ങളെ മൂന്ന കാണിക്കാനൊന്നുമല്ല. നിങ്ങൾ പ്രസംഗിച്ച വേദി അത് KNMന്റെ വേദിയിൽ നിന്നാണ് നിങ്ങൾ ആദർശം പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾ വീട്ടിൽ നിന്നുകൊണ്ടുന്ന ആദർശമല്ല. നിങ്ങൾ പ്രസംഗിച്ചത് KNMന്റെ ഔദ്യോഗിക വേദിയിൽ നിന്ന്
ഔദ്യോഗിക വക്താവായിക്കൊണ്ട് പ്രസംഗിച്ച് ആ ക്ലിപ്പാണ് ഞങ്ങൾ ഇടുന്നത്. അതല്ലാതെ നിങ്ങൾ ഏതെങ്കിലും സ്ഥലത്ത് നിക്കാഹുത്തി നടത്തിയതോ അതല്ല ഏതെങ്കിലും വീട്ടിലെ മറ്റു കാര്യങ്ങളല്ലല്ലോ. നിങ്ങൾ ഔദ്യോഗികമായി കൊണ്ട് സംസാരിച്ച ക്ലിപ്പാണിടത്. ഈ ഇസ്ലാഹ് പൊക്കി പിടിച്ചുകൊണ്ട് തന്നെ അതിൽ ശിർക്കില്ല എന്ന് കേന്നം പറഞ്ഞിരിക്കുന്നു. അനസ് മൗലവിയല്ല പറഞ്ഞു, ശരിക്കും ശ്രദ്ധിച്ചോളി. അനസ് മൗലവിയല്ല പറഞ്ഞത്, കേന്നം പറഞ്ഞിരിക്കുന്നു. എന്താ കേന്നം പറയട്ടെ? എന്നാൽ എന്താണ് ആ വാദ്യം കൊണ്ട് ഉദ്ദേശിച്ചത്? ഇതേ ഇസ്ലാഹിൽ തന്നെ ഇവിടെ കുറെ പത്രാധിപ സമിതിയൊക്കെ വായിച്ചല്ലോ. അപ്പോൾ ആളുകൾക്ക് മനസ്സിലായി വിവരമുള്ളവരാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. പോഴന്മാരല്ല, വിവരമുള്ളവരാണ്. ഹുസൈൻ സലഫി, ഡോക്ടർ സക്കരിയ സലഫി, അബ്ദുൽ ജബ്ബാർ മൗലവി, ഇങ്ങനെ എണ്ണി മൂപ്പര് വായിച്ചു എന്നാ. മൂപ്പര് ഇവരൊക്കെ ഉള്ള ടീമാണ്, ആ ഗണത്തിലാന്ന് വരുത്താൻ വേണ്ടിയിട്ട്. പക്ഷെ കേട്ടവർക്ക് മനസ്സിലായി അവരൊക്കെ മുജാഹിദുകൾ തന്നെയാണ് എന്ന് മനസ്സിലായി. എന്നാൽ ഇയാൾ ഇത് വെച്ചിട്ട് പറയുന്നത് 22 ക്യാരറ്റ് ശിർക്കാണ്, 22 ക്യാരറ്റ് ശിർക്കാണ് എന്നാ. അപ്പൊ ഇയാളിത് വെച്ചിട്ട് പറയുന്നത് 22 ക്യാരറ്റ് ശിർക്കാൻ. ആര്? അലിമദനി, കരിമ്പിലാക്കൽ. അവർക്ക് മറുപടിയാണ്. അപ്പൊ അലിമദനിയും കരിമ്പിലാക്കലും ഈ ലേഖനം വെച്ചിട്ട് പറയുന്നു 22 ക്യാരറ്റ് ശിർക്കാൻ. 22 ആണ്, 18 ക്യാരറ്റ് ഉള്ളൂ എന്നല്ല അനസ് മൗലവിന്റെ മറുപടി. 28 ക്യാരറ്റ് ഒന്നുമില്ല, അതൊരു 12 ക്യാരറ്റ് ശിർക്കുള്ളൂ എന്നാണ് മറുപടി. അല്ല, കേട്ടോളൂ. വിളിച്ചിടാൻ പറഞ്ഞു അത്രേ. ഒരിക്കലും അങ്ങനെ പറഞ്ഞിട്ടില്ല. ആ വാചകം കൊണ്ട് അങ്ങനെ ഗവേഷണം നടത്തേണ്ടതുമില്ല. അത് വിശദീകരിച്ചിട്ടുണ്ട്, അത് കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. എന്നാൽ നമ്മുടെ വിഷയം അത് വിശദീകരിക്കുന്നതിനപ്പുറം മടവൂരികളോട് നമുക്ക് ചോദിക്കാനുള്ളത്, ഇപ്പോഴും യുവത പ്രസിദ്ധീകരിക്കുന്ന ബുക്കായത് നിങ്ങളുണ്ടല്ലോ. 2007 ഏപ്രിൽ ഇസ്ലാഹ് എന്ന് പറഞ്ഞ് വായിക്കണ്ട. യുവത എഴുതിയത് ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. പറ്റാത്ത ആളാണെങ്കിൽ പറയണം. പറ്റാത്ത ആളാണെങ്കിൽ പറയണം. ചെറിയ മുണ്ടം അബ്ദുൽ ഹമീദ് മദനി. കേട്ടോളൂ. അതുപോലെ മുമ്പൊരു കാര്യം പറഞ്ഞിട്ട്, അതുപോലെ വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള, വിജനപ്രദേശം വെച്ചാൽ ആളില്ലാത്ത പ്രദേശം, ആളില്ലാത്ത പ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും, ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവതല്ല. ഒന്നുകൂടി കേട്ടോ, എഴുതി വെച്ചോ, പഠിച്ചോ. 2007 ഏപ്രിൽ മാസത്തെ ഇസ്ലാഹ് വായിച്ചില്ലേ? തത്തുല്യമായ വാചകമാണ് പറയുന്നത്. എന്താ പറയുന്നത്? വിജനപ്രദേശത്ത് ഉണ്ടായേക്കാൻ ഇടയുള്ള ജിന്നുകളും മലക്കുകളും ഉൾപ്പെടെയുള്ള സൃഷ്ടികളോട് അവർക്ക് കഴിവ് നൽകപ്പെട്ട വിഷയത്തിൽ സഹായം ആവശ്യപ്പെട്ടാൽ അതും പ്രാർത്ഥനയാണെന്ന് പറയാവുന്നതല്ല. എത്ര ക്യാരറ്റായത്? എത്ര ക്യാരറ്റാ? എത്ര ക്യാരറ്റ് ശിർക്കാ? ഇസ്ലാമിൽ എഴുതുമ്പോൾ 22 ക്യാരറ്റ് കൂടും, മടവൂരി എഴുതിയ ക്യാരറ്റ് കുറയും. അതെങ്ങനെയാണ്? കാര്യം ക്യാരറ്റ് ഇല്ല ഇതിന്, ഇത് ഡ്യൂപ്ലിക്കേറ്റ് ആണ്. എന്താ പറഞ്ഞത്? ഞാൻ ചോദിക്കുന്നു, അനസ് മൗലവി ഇപ്പോ ഈ കഴിഞ്ഞ ദിവസം കൊച്ചിയിൽ വെച്ചുകൊണ്ട് നടന്ന മുഖാമുഖത്തിൽ പറഞ്ഞു ഇത് തൗഹീദുൽ ഉലൂഹിയത്തിലെ ശിർക്കാണ്. ഞാൻ അവിടേക്ക് വരുന്നുണ്ട്. തൗഹീദുൽ ഉലൂഹിയത്തിലെ ശിർക്കാണ്. പക്ഷെ അന്ന് തന്നെ തൗഹീദുൽ ഉലൂഹിയത്തിലെ 22 ക്യാരറ്റ് ശിർക്കാണെന്ന് മടവൂരികൾ പറഞ്ഞിരുന്നു, മർക്കസ് ദാവക്കാർ പറഞ്ഞിരുന്നു. അന്ന് അനസ് മൗലവി ഈ ഇസ്ലാഹിൽ ലേഖനം വരുന്നതിൻ്റെയും എത്രയോ മുമ്പ് ബഹുമാനനായ ചെറിയ മുണ്ടം മുജാഹിദ് പ്രസ്ഥാനത്തിന് നിലപാടായിക്കൊണ്ട് കൊടുത്ത ഈ പുസ്തകത്തിലും അതുപോലെ ഉണ്ട്. അതുകൊണ്ട് ഇതും ശിർക്കല്ല അതും ശിർക്കല്ല എന്നാ പറഞ്ഞു. രണ്ടും ശിർക്കാന്നല്ല, ഇത് ശിർക്കല്ലെങ്കിൽ അത് ശിർക്കല്ല. രണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ വേദിയിൽ നിന്നുകൊണ്ട് ഈ അനസ് മൗലവി സംസാരിക്കുന്ന ആ ഒറ്റ മിനിറ്റ് അതിന്റെ വേദികളൊന്നും കാണണം. ഞാൻ പറഞ്ഞ അനസ് മൗലവിന്റെ ക്ലിപ്പുണ്ട് ഇതിനാ, ഒന്നുകൂടി ഒന്ന് പോസ് ചെയ്ത. അനസ് മൗലവി സംസാരിക്കുന്ന വേദികൾ നോക്കുക. അനസ് മൗലവി സംസാരിക്കുന്ന വേദി. എന്നാൽ എന്താണ് ആ വാചകം കൊണ്ട് ഉദ്ദേശിച്ചത്? കണ്ടോ, KNM എന്ന ബാക്കിലുള്ളത്. എന്ത്? അനസ് മൗലവിന്റെ വീട്ടിലത്തെ സംസാരമുള്ളത് KNM. അപ്പൊ അനസ് മൗലവി അവിടെ പറയുന്ന ആദർശം അനസ് മൗലവിയുടെ ആദർശമല്ല, അത് KNMന്റെ ആദർശമാണ്. പിന്നെയോ ആദർശ സമ്മേളനം KNM ആദർശ സമ്മേളനമാണ്, തസ്കിയത്ത് സമ്മേളനമൊന്നുമില്ല, ആദർശ സമ്മേളനം. അപ്പൊ KNMന്റെ ആദർശം എന്താണ്? മടവൂരികൾ അന്ന് ശിർക്ക് എന്ന് പറഞ്ഞപ്പോൾ അത് ശിർക്കല്ല എന്നാണ് KNMന്റെ അന്നത്തെ ആദർശം.
ശരി. അപ്പോൾ പിന്നെ അത് മറ്റുള്ള ആളുകൾ വിവാദമാക്കിയപ്പോൾ എന്തുണ്ടായി? അതിനൊരു വിശദീകരണം ആവശ്യമാണെന്ന് വന്നു. കാരണം ഇത് ആളുകൾക്ക് തെറ്റിദ്ധരിപ്പിക്കാൻ വകുപ്പുള്ളൊരു വാചകമാണ്. ചില ആളുകൾ മനസ്സിലാക്കുകയും സമസ്തക്കാരും അതുപോലെ തന്നെ മർക്കസ് ദവക്കാരും അത് തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട് എന്ന് മനസ്സിലാക്കിയപ്പോൾ അതിന് വിശദീകരണം വേണം. അങ്ങനെ വിശദീകരണം അൽ ഇസ്ലാഹ് മാസികയിൽ തന്നെ കൊടുത്തു. എന്താണ് അൽ ഇസ്ലാഹ് മാസികയിൽ 2008 പിന്നെ അതിൽ തന്നെ വിശദീകരണം കൊടുത്തു. അപ്പോൾ കൊച്ചിയിൽ വെച്ചുകൊണ്ട് അനസ് മുസ്ലിയാർ വളരെ സുദീർഘമായി മുഖാമുഖം എന്ന് പറഞ്ഞാൽ ആകെ 4-5 ചോദ്യമുള്ളൂ. ഒരു ചോദ്യത്തിന് 1 മണിക്കൂർ മറുപടിയാണ്. ആ മറുപടിയിൽ അനസ് മുസ്ലിയാർ പറഞ്ഞു, ഈ വിശദീകരണം എഴുതി കൊടുത്തിട്ടും ഇസ്ലാഹ് പ്രസിദ്ധീകരിച്ചില്ല. ബഹുമാനനായ ഹുസൈൻ സലഫി ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് ഈ വിശദീകരണം ഇസ്ലാഹ് പ്രസിദ്ധീകരിച്ചത് കൊച്ചിന്ന്. എന്നാൽ ഇതേ ബഹുമാനനായ അനസ് മൗലവി ബഹ്റൈനിൽ ചെന്നുകൊണ്ട് അവിടുത്തെ ഔദ്യോഗികമായ വേദിയിൽ വെച്ചുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. ബഹുമാന അനസ് മൗലവി, നിങ്ങളൊരു കാര്യം സംസാരിക്കുമ്പോൾ നിങ്ങൾ പറഞ്ഞ പഴയതൊന്നും മറക്കാൻ പാടില്ല. മനസ്സിലായി? അത് നിങ്ങൾക്ക് വലിയൊരു പ്രശ്നമാണ്. പറഞ്ഞതൊക്കെ മറന്നു പോകാൻ പാടില്ല. മറന്നു കഴിഞ്ഞാൽ പക്ഷെ മുജാഹിദികളൊന്നും അങ്ങനെ അൽഷിമേഴ്സ് രോഗം ബാധിച്ചതൊന്നുമല്ല. മുജാഹിദിങ്ങൾക്ക് അങ്ങനെ മറക്കാനൊന്നും കഴിയില്ല. നിങ്ങൾ അന്നൊരു സമസ്തയുടെ നേതാവ് വന്നിട്ട് ഇസ്ലാഹിൽ ചോദ്യം ചോദിച്ചു. എന്താ ചോദ്യം? 2007 ഏപ്രിൽ എഴുതിയ ലേഖനം വിശദീകരണം കൊടുക്കുന്നത് 2008 ജനുവരിയിലാണ്. എന്താണ് നിങ്ങൾക്ക് ശിർക്കാണെന്ന് മനസ്സിലാക്കാൻ ഏകദേശം 1/2 കൊല്ലത്തിലേറെ വേണ്ടി വന്നോ? ഇതാണ് ചോദ്യം. ഈ ചോദ്യത്തിന് കൊച്ചിയിൽ കൊടുത്ത മറുപടി എന്താ അറിയോ? അത് ഞങ്ങൾ അന്ന് തന്നെ എഴുതി കൊടുത്തിരുന്നു, പക്ഷെ ഇസ്ലാഹിൽ കൊടുക്കാൻ വൈകി. അത് ഹുസൈൻ സലഫി ഭീഷണിപ്പെടുത്തിയപ്പോഴാണ് കൊടുത്തത്. അത് പച്ചക്കളവാണെന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് തന്നെ പടച്ചോൻ പറയിപ്പിക്കാൻ. കേട്ടോളി. അദ്ദേഹം ചോദിക്കണത് 2007 എഴുതിയിട്ട് 2008 തിരുത്തുക, അല്ലാതെ 2006 തിരുത്താൻ പറ്റുമോ? ഇതൊന്നും എഴുതി കിട്ടണ്ടേ? ഇത് അങ്ങനെ തിരുത്തുകയാണെങ്കിലുള്ള അവസ്ഥയാണ്. തിരുത്തുകയാണെങ്കിലുള്ള അവസ്ഥ 2008 അല്ലാതെ 2007 എഴുതി 2008 അല്ലാതെ 2006 തിരുത്താൻ പറ്റും തിരുത്തുകയാണെങ്കിൽ. പക്ഷെ ഇത് തിരുത്തല്ല. ഇത് അവിടെ നിൽക്ക്. തിരുത്താൻ ആരാ പറഞ്ഞത്? ഇവിടെ ഒരു തിരുത്തും വന്നില്ല. നേരെ മറിച്ച് നിങ്ങൾ 2007 നിന്ന് കൊണ്ടുവന്ന ആ ഉദ്ധരണി അത് നിങ്ങളെപ്പോലെ ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി. അതാണ് ചോദ്യത്തിൽ തന്നെ ഉണ്ട്. അപ്പൊ നിങ്ങളെപ്പോലുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി. ഏത് ഇസ്ലാഹിലെ ലേഖനം? അദ്ദേഹം സമസ്തക്കാരനുണ്ടോ? ഒരു ചോദ്യം ഒഴിവാക്കിയാണ്. സമസ്തക്കാരൻ ചോദ്യം ചോദിക്കുമ്പോഴാണ് അനസ് മൗലവിന്റെ മറുപടി. അപ്പൊ നിങ്ങളെപ്പോലെയുള്ള ആളുകൾ തെറ്റിദ്ധരിപ്പിക്കാൻ തുടങ്ങി. ബഹുമാന അനസ് മൗലവി, ആ സമസ്തന്റെ പണി ഇപ്പാരെടുക്കണത്? നിങ്ങൾ തന്നെ. നിങ്ങളെ മറുപടി നിങ്ങൾക്ക് തന്നെ കേട്ടോളി. ചില കുബൂരി അതുപോലെ തന്നെ മടവൂരി ആളുകള് ഈ വാചകത്തെ ദുർവ്യാഖ്യാനിച്ച് മുജാഹിദുകളെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അപ്പോ ഇത് ആദ്യം എഴുതണം, എന്നിട്ട് ഈ മാസിക പുറത്തിറങ്ങണം, എന്നിട്ട് തെറ്റിദ്ധരിപ്പിക്കൽ തുടങ്ങണം. അങ്ങനെ തുടങ്ങുമ്പോൾ ഒരാൾക്ക് കത്തെഴുതാൻ തോന്നണം. കത്തെഴുതി കഴിയുമ്പോൾ മറുപടി പറയണം. അപ്പൊ അത്രയും സമയം എടുത്തു. ആ സമയം എത്ര? അത് 2008 ജനുവരിയാണ്. 2007 ഏപ്രിലാണ് ലേഖനം വന്നത്. അത് ചില ആളുകൾ വളച്ചുപിടിച്ച് ഹദീസുകളുടെ വിശ്വാസ്യത തന്നെ തകർക്കുവാനുള്ള ശ്രമം പരാജയപ്പെടുത്തുക തന്നെ വേണം. അതേ അവസരം ഏതൊരു ഹദീസും സൂക്ഷ്മമായ പഠനത്തിനും പരിശോധനയ്ക്കും ശേഷം മാത്രമേ തള്ളാനോ കൊള്ളാനോ പാടുള്ളൂ. എന്താ പറഞ്ഞ? അജുവാക്കാരക്ക് റസൂൽ പറഞ്ഞ ഹദീസാണ്. 7 അജുവാക്കാരക്ക് വെറും വയറ്റിൽ രാവിലെ ഒരാൾ തിന്നാൽ അയാൾക്ക് സുമ്മും സിഹറും ബാധിക്കൂലെന്ന് ലോകത്തുള്ള ഹദീസ് കിതാബുകളൊക്കെ സ്ഥാപിതായി വന്നത് അമാനി മൗലവി അദ്ദേഹത്തിൻ്റെ പുസ്തകത്തിൽ നമ്മൾ പരപ്പനങ്ങളിൽ ശരിക്ക് മറ്റവർക്ക് പഠിപ്പിച്ചു കൊടുത്തിട്ടുണ്ട്. ആ പുസ്തകം പ്രസിദ്ധീകരിക്കാമെന്ന് ജാബിർ റഹ്മാനി നമ്മളെ വെല്ലുവിളിച്ചപ്പോൾ നമ്മൾ വെല്ലുവിളി സ്വീകരിച്ചിട്ടുണ്ട്. പിന്നെ ഉപര വൈക്കന്നെ കണ്ടിട്ടില്ല. മനസ്സിലായില്ലേ? ഇൻഷാ അല്ലാ അടുത്ത ഞായറാഴ്ച പരപ്പനങ്ങാടിയിൽ വീണ്ടുമുണ്ട്. ഇൻഷാ അല്ലാ നിങ്ങൾ ആ കാര്യമൊക്കെ ശ്രദ്ധിക്കുക. അപ്പം എന്താ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പേരിൽ നടന്ന ഔദ്യോഗിക സമ്മേളനത്തിൽ വെച്ചുകൊണ്ടാണ് അജ്വാക്കാരക്കൻ്റെ ഹദീസ് അത് പരിശോധിക്കണം. കുട്ടിശ്ശേരി മൗലവി ആര് പരിശോധിക്കണം എന്ന്? പരിശോധിക്കണമൊക്കെ പരിശോധിച്ച് മുസ്ലിം ഉമ്മത്തിൽ വിധി പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ സ്വീകരിച്ചോളി. ആരെ പരിശോധിക്കണം? ലാബിലിട്ട് പരിശോധിക്കണം പോലും. അതും പരിശോധിച്ചിട്ടുണ്ട്. മനസ്സിലായില്ലേ? അപ്പം എന്തുകൊണ്ട് ഈ ഹദീസ് നിശ്ചയത്തിൽ നിങ്ങൾക്ക് തടുക്കാൻ കഴിയണില്ല?
അപ്പൊ ഉള്ളിലിങ്ങനെ പോകുകയാണ്. അപ്പൊ പിന്നെ എന്താ പറ്റുക? ജബ്ബാർ മൗലവി എഴുതിയതിലൂടെ വിസ്തം വിഭാഗം ശിർക്കിലേക്ക് പോകുന്നു. ഇതാ ജിന്ന് 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 എന്ന് പറഞ്ഞിട്ട് ഒച്ച ഉണ്ടാക്കുക. എന്നാൽ അതിൻ്റെ ഉള്ളിൽ നടക്കണ ഒച്ചമ്പിളി കേൾക്കൂലല്ലോ. പുറത്ത് ഭയങ്കര സൗണ്ട് ഉണ്ടെങ്കിൽ വല്ല പുടക്കപ്പടത്ത് പൊട്ടിച്ചാൽ പിന്നെ ഉള്ളിലത്തെ സൗണ്ട് കേൾക്കൂലല്ലോ. ആ കുതന്ത്രമാണ് KNMകാർ പയറ്റുന്നത്. മനസ്സിലായില്ലേ? ഉള്ളിൽ എന്താ നടക്കണമെന്നൊക്കെ എനിക്ക് ശരിക്കറിയാം. ഒന്നും ഇപ്പം ഇവിടെ പറയണില്ല. എന്തിനാണ് എക്സിക്യൂട്ടീവ് എന്ന് സെക്രട്ടറി തിരഞ്ഞെടുക്കണമൊക്കെ എല്ലാവർക്കും അറിയാം. മനസ്സിലായോ? അപ്പം ആ ഒച്ച ഇവിടെ പുറത്ത് കേൾക്കാതിരിക്കാൻ, ആ ഹദീസ് നിഷേധം പുറത്തേക്ക് വരാതിരിക്കാൻ ഇസ്ലാഹ് പൊക്കി പിടിച്ച് ജിന്ന്. ഇവിടെ ആരും ജിന്നോട് തേടണമില്ല, ജിന്നോട് തേടാമെന്നും പറയുന്നില്ല. ജിന്നെ കാക്കണേന്ന് മുത്തലക്ക വിളിച്ച പച്ചയായ ശിർക്കാണ്. ആർക്കൊരു തർക്കല്ല. പിന്നെ എന്തിനാ ഒച്ചമുടിനാക്കണത്? അത് ഈ KNMന്റെ മിമ്പറിൽ എന്താണെന്ന് മുഴങ്ങിക്കൊണ്ടിരിക്കുന്നത്? പച്ചയായ ഹദീസ് നിഷേധല്ലേ? KNMന്റെ ഉള്ളിൽ നിന്ന് ഇതാ ഗൾഫിൽ നിന്ന് മുനീർ സലഫി എന്ന് പറയുന്ന ആള് KNMന്റെ ഔദ്യോഗിക വക്താവല്ലേ? KNMന്റെ ഉള്ളിലല്ല നിൽക്കണത്. ആള് പറഞ്ഞു ജിന്ന് ബാധല്ല, തിരുത്തി കൊടുത്തോ? ഹുസൈൻ മടവൂരിന് തിരുത്തിയോ? അതുപോലെ തന്നെ ഈ കുട്ടശ്ശേരി മൗലവിക്ക് തിരുത്തിയോ? എത്ര ആളുകൾക്ക് തിരുത്താണ്ട്? അൻസാറിന്റെ വേഗം തിരുത്തി കൊടുത്ത്. കാരണം മുമ്പ് KNMന്റെ കൂടെ ഉള്ള ആളാണല്ലോ. എന്താ ബാക്കിയുള്ളത് തിരുത്താൻ? നിങ്ങൾക്ക് എന്താ ആയത്ത് കിട്ടണില്ലേ? ഞങ്ങളോട് പറഞ്ഞോളി, ആയത്ത് നിങ്ങൾ പഠിപ്പിച്ചു തരാം, ഹദീസ് ഞങ്ങൾ തരാം, ശൈഖുൽ ഇസ്ലാം ഉദ്ധരണി ഞങ്ങൾ തരാം, പഠിപ്പിച്ചു കൊടുക്കും. നിങ്ങൾക്ക് കഴിയൂല. അപ്പോൾ അതുകൊണ്ടാണ് ജിന്ന് 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 എന്ന് പറഞ്ഞ്. പിന്നെ ഈ ഇസ്ലാഹിന്റെ ലേഖനം, ആ ഇസ്ലാഹിന്റെ ലേഖനം അത് ശിർക്കാണെന്ന് പറഞ്ഞുകൊണ്ടാണ് ബഹുമാനനായ ഹുസൈൻ സലഫി തിരുത്താൻ വേണ്ടി പോയത് എന്നാണ്. അല്ല സഹോദരന്മാരെ, അത് തെറ്റിദ്ധാരണയുണ്ടാകുന്നുണ്ട്. ആ തെറ്റിദ്ധാരണ നിങ്ങൾ തിരുത്തി കൊടുക്കണം എന്ന് പറഞ്ഞുകൊണ്ടാണ് അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ വീട്ടിലേക്ക് പോയത്. കഴിഞ്ഞ കൊച്ചി മുഖാമുഖത്തിൽ അനസ് മൗലവി എത്രയോ സമയമെടുത്തുകൊണ്ടാണ് ബഹുമാന്യനായ ഹുസൈൻ സലഫിയെ സംബന്ധിച്ച് അധിക്ഷേപിച്ചുകൊണ്ട് ഞാൻ ഹുസൈൻ സലഫിൻ്റെ പടക്കാണ്, ഹുസൈൻ സലഫി മറുപടി പറയണം എന്നൊക്കെ പറഞ്ഞിട്ട് നിങ്ങൾ പടച്ചുപൊളി. അത്രയും കൂലി ഹുസൈൻ സലഫി കിട്ടുന്നില്ല. എന്താ നിങ്ങൾ പറഞ്ഞ ഓരോ വാക്കിനും മുമ്പൊരു നിരപരാധിയാണെങ്കിൽ അതിന് കൂലി അള്ളാൻ്റെ ഭാഗത്ത് നിന്ന് കിട്ടുന്നല്ല. ഹുസൈൻ സലഫി ഇത് ശിർക്കാണ്, അല്ലെങ്കിൽ അനസ് മൗലവിയും അബ്ദുറഹ്മാൻ സലഫിയും ഈ എഴുതിയത് പച്ചയായ തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കാണ്, അതുകൊണ്ട് നിങ്ങൾ തിരുത്തണം എന്ന് പറഞ്ഞുകൊണ്ടാണ് നിങ്ങൾ അബ്ദുൽ ജബ്ബാർ മൗലവിയെ തിരുത്താൻ പോയതെങ്കിൽ ഈ കൊപ്രക്കടത്ത് വെച്ചുകൊണ്ട് ഞാൻ 10 കാര്യങ്ങൾ ചോദിക്കുന്നു. നിങ്ങൾ എണ്ണമിട്ട് മറുപടി പറയണം. ഒന്ന്, പിന്നെ എങ്കിൽ 5 വർഷക്കാലം ഈ അൽ ഇസ്ലാഹിനെ നിങ്ങൾ KNM ന്യായീകരിച്ചത് എന്തുകൊണ്ട്? ഈ ഉലൂഹിയത്തിലെ ശിർക്ക്, പച്ചയായ ശിർക്ക് നിങ്ങൾ ന്യായീകരിച്ചത് എന്തുകൊണ്ട്? ഒന്ന്. രണ്ടാമത്തത്, 2007 ശേഷം നടന്ന പല വാദപ്രതിവാദങ്ങളിലും ഖണ്ഡന പ്രസംഗങ്ങളിലും ഈ ഉലൂഹിയത്തിൽ ശിർക്ക് വന്ന അബ്ദുൽ ജബ്ബാർ മൗലവി നിങ്ങൾ KNM ഔദ്യോഗികമായി കൊണ്ട് പങ്കെടുപ്പിച്ചത് എന്തുകൊണ്ട്? 2. മൂന്നാമത്തത്, 2009 ഇതേ അബ്ദുറഹ്മാൻ സലഫി പിന്നെ ജാമിയ നദ്വിയയിൽ വെച്ചുകൊണ്ട് ഇസ്ലാഹുമായി കൊണ്ട് ബന്ധപ്പെട്ട ചോദ്യം വന്നപ്പോൾ ഇതേ ഇസ്ലാഹിനെ ന്യായീകരിച്ചുകൊണ്ട് സംസാരിച്ചത് എന്തുകൊണ്ട്? 3. നാലാമത്തത്, ഇതേ അബ്ദുറഹ്മാൻ സലഫി തന്നെ 2009 ജിദ്ദയിൽ വെച്ചുകൊണ്ട് ഇതേ ഇസ്ലാഹിനെ ന്യായീകരിച്ചതുകൊണ്ട് സംസാരിച്ചിട്ടുണ്ട്. എന്തുകൊണ്ട്? 5. 2011 അനസ് മൗലവിയുടെ നേതൃത്വത്തിൽ ഇസ്തിഖാമ പരിപാടിയിൽ കൊണ്ടോട്ടിയിൽ നിന്നും അബ്ദുൽ ജബ്ബാർ മൗലവിയെ കാറെടുത്തുകൊണ്ട് നിങ്ങൾ തെക്കൻ ജില്ലയിലേക്ക് കൊണ്ടുപോയി സ്റ്റേജിൽ ആനയിച്ചിരുത്തി ഇതേ ഇസ്ലാഹ് പൊക്കി പിടിച്ചുകൊണ്ട് ഇതിൽ തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കുണ്ടെങ്കിൽ ആ ശിർക്ക് പറയാൻ നിങ്ങൾക്ക് അവസരം കിട്ടിയിട്ട് എന്തുകൊണ്ട് പറഞ്ഞില്ല അനസ് മൗലവി? നിങ്ങൾ മറുപടി പറയണം. 6. അദ്ദേഹത്തെ സ്റ്റേജിൽ ഇരുത്തിക്കൊണ്ടാണ് ഈ വിവാദ ലേഖനം നിങ്ങൾ ഉയർത്തിക്കൊണ്ട് അതിൽ ശിർക്കില്ലെന്നും അതുപോലെ തന്നെ അല്ലാഹു അല്ലാത്തുള്ള പ്രാർത്ഥനയില്ലെന്നും നിങ്ങൾ പറഞ്ഞത്. എങ്കിൽ അതെന്ത്? 7ാമത്തെ കാര്യം, ഇന്നത്തെ KGന്റെ സെക്രട്ടറിയാണ് ആ പിന്നെ മുഖാമുഖത്തിൽ മറ്റൊന്ന് സംസാരിച്ചത്. ആ ഇസ്ലാഹ് ലേഖനത്തെ അയാളും ശിർക്കെന്ന് പറഞ്ഞിട്ടില്ല. എന്തുകൊണ്ട്? 7. 8ാമത്തെ കാര്യം, സംഘടനാ പിളർപ്പിന്റെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് ഇതേ വിഷയം അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതി ഇതേ വിഷയം ബഹുമാനനായ ചെറിയ മുണ്ടം എഴുതിയിട്ട് അത് ശിർക്കാണെന്ന് എന്തുകൊണ്ട് പറഞ്ഞിട്ടില്ല? 8. 9ാമത്തെ കാര്യം, മടവൂർ വിഭാഗവുമായി കൊണ്ട് പ്രശ്നമുണ്ടാകുമ്പോൾ ഒരു കച്ചിത്തുരുമ്പ് പോലും വിവാദമാക്കിക്കൊണ്ട് അന്ന് നടന്നിരുന്ന KNMന്റെ ആളുകൾ, അത് ആദർശ വ്യതിയാനമായി കൊണ്ട് പറഞ്ഞ ആളുകൾ
ഇത്രയും വലിയ തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്ക് സംഭവിച്ചിട്ട് എന്തുകൊണ്ടാണ് 2002 മടവൂർ വിഭാഗത്തിനെതിരെയുള്ള ആരോപണങ്ങളിൽ ഈ ചെറിയ മുണ്ടമീതി ലേഖനം നിങ്ങൾ ഉൾപ്പെടുത്താതിരുന്നത്? മറുപടി പറയണം നിങ്ങള്. ഇപ്പാണ്ട് തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കാകെ. ഇനിയോ ഈ 10ാമത്തെ കാര്യം, മടവൂറിന്റെ നേതാവായ സലാഹുദ്ദീൻ മദനി ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചതുപോലും ബഹുമാനന അനസ് മൗലവി നിങ്ങൾ പിന്നെ അവർ ശിർക്കിലേക്ക് പോയി എന്ന് പറയാൻ വേണ്ടി തെളിവായി ഉദ്ധരിച്ചിട്ടുണ്ട്. വിശദിക്കാൻ കഴിയാക്ക്? സലാഹുദ്ദീൻ മദനി ഒരു മെഴുകുതിരി കത്തിച്ചു വെച്ചത് ഇതാ മടവൂരികൾ ശിർക്കിലേക്ക് പോയിരിക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രസംഗിച്ച നിങ്ങൾ എന്തുകൊണ്ട് ഈ 2 കാര്യങ്ങളും പച്ചയായ തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കാണെന്ന് 5, 6, 11 വരെ പറഞ്ഞില്ല? മറുപടി പറയണം. 10 കാര്യങ്ങൾ നിങ്ങളവിടെ 3/4 മണിക്കൂർ പ്രസംഗിച്ചല്ലോ. അതുകൊണ്ട് എണ്ണമിട്ടുകൊണ്ട് ഇത് തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കാണെങ്കിൽ ഈ 10 കാര്യങ്ങൾ നിങ്ങൾ മറുപടി പറയണം. മുജാഹിദ് പ്രസ്ഥാനത്തോട് നിങ്ങൾ മറുപടി പറഞ്ഞെടുക്കണം. നിങ്ങൾക്ക് തോന്നുമ്പോൾ ഒരു കാര്യം ശിർക്കാക്കുക, അതുപോലെ തന്നെ ശിർക്കല്ലാതെ തന്നെ ശിർക്കാക്കുക. എന്നിട്ട് എന്താ പറഞ്ഞത്? ഞാൻ തൗബ ചെയ്തിരിക്കുന്നു. ഇവിടെ കൊച്ചിയിലും പറഞ്ഞു അതുകൊണ്ടാണ് ഞാൻ തൗബ ചെയ്തിരിക്കുന്നത്. ബഹുമാനന എൻ്റെ സുഹൃത്ത് അനസ് മൗലവി, നിങ്ങൾ തൗബ ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ അള്ളാഹിനോട് തൗബ ചെയ്തോളൂ, ഇത് വേറെ വിഷയം. ഈ ആദർശത്തിൽ തൗബ ചെയ്യാൻ നിങ്ങൾ ആരാണ്? നിങ്ങളാരെ? KNM സെക്രട്ടറിയോ? KNM പ്രസിഡന്റോ? നിങ്ങൾ പ്രസംഗിച്ചത് KNMന്റെ ആദർശമായിരുന്നു. ആ KNM ആണ് തൗബ ചെയ്യേണ്ടത്, നിങ്ങളല്ല. KNMന്റെ പ്രസിഡന്റ് പറയട്ടെ, KNMന്റെ സെക്രട്ടറി പറയട്ടെ, 5 വർഷക്കാലം KNM തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കിലായിരുന്നു, അതുകൊണ്ട് KNM ഇതാ തൗബ ചെയ്യുന്നു എന്ന് KNM ആണ് പറയേണ്ടത്, അനസ് മൗലവി അല്ല. നിങ്ങളാരാ തൗബ ചെയ്യാൻ? നിങ്ങളല്ല തൗബ ചെയ്യേണ്ടത്, KNM തൗബ ചെയ്യട്ടെ. ധൈര്യം ഉണ്ടോ നിങ്ങൾക്ക്? ഔദ്യോഗികമായി കൊണ്ട് സർക്കുലർ ഇറക്കട്ടെ. ഇതാ അബ്ദുൽ ജബ്ബാർ മൗലവിയുടെ ലേഖനം അത് തൗഹീദുൽ ഉലൂഹിയത്തിൽ ശിർക്കാണെന്ന് 5, 6, 11 CD ടവറിന്റെ മുകളിൽ വെച്ചുകൊണ്ട് ബഹുമാനൻ അബ്ദുറഹ്മാൻ സലഫി ലാ ഇയ്യാക നഅ്ബുദു വ ഇയ്യാക നസ്തഈൻ എന്ന ആയത്ത് ഓതിക്കൊണ്ട് ഞങ്ങളെ പഠിപ്പിച്ചു. അതുകൊണ്ട് ഞങ്ങൾ ആ തൗഹീദ് സ്വീകരിക്കുന്നു. അബ്ദുൽ ജബ്ബാർ മൗലവി ഇത് പച്ചയായി ശിർക്കാണ് എന്ന് KNMന് ഇപ്പോൾ ബോധ്യമായിരിക്കുന്നു. സർക്കുലർ കൊടുക്ക്. നിങ്ങൾ തൗബ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങൾ പ്രസംഗിച്ചത് നിങ്ങളുടെ ആദർശമല്ല, നിങ്ങൾ പ്രസംഗിച്ചത് KNMന്റെ ആദർശമാണ്. KNM തൗബ ചെയ്യട്ടെ. തൗബ ചെയ്തിട്ടുണ്ടോ? ഇല്ല, തൗബ ചെയ്തിട്ടില്ല. അപ്പൊ KNM ആണ് തൗബ ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് വളരെ ക്ലിയർ ആണ് സഹോദരന്മാരെ. ഇനിയോ ഇതേ പിന്നെ ഇസ്ലാഹിനെ അബ്ദുൽ ഖാദർ കരുവമ്പലിൽ ന്യായീകരിച്ചിട്ടില്ലേ? കരുവമ്പലി തൗബ ചെയ്തിട്ടുണ്ടോ? ഹനീഫ് കായ്ക്കോട് ന്യായീകരിച്ചിട്ടില്ലേ? ഹനീഫ് കായ്ക്കോട് തൗബ ചെയ്തോ? അബ്ദുറഹ്മാൻ സലഫി ന്യായീകരിച്ചിട്ടില്ലേ? എന്താ അബ്ദുറഹ്മാൻ സലഫി തൗബ ചെയ്യാത്തത്? ഒരു കൂട്ടത്തൗബ നടക്കട്ടെ, CD ടവറിൽ വെച്ചുകൊണ്ട് മറ്റൊരു നടത്തുന്ന പോലെ. നിങ്ങൾ മാത്രം തൗബ ചെയ്തിട്ട് കാര്യമില്ല. നിങ്ങളൊരു സാധു ഇരയാകണ്ട, നിങ്ങൾ തൗബ ചെയ്യണ്ട. നിങ്ങൾ അള്ളാഹിനോട് ഇതൊക്കെ മാറ്റി പറഞ്ഞതിന് തൗബ ചെയ്തോളി, അള്ളാഹ് സ്വീകരിക്കട്ടെ. കാരണം നമ്മളൊക്കെ ഒരു കാലഘട്ടത്തിൽ ഈ മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ വേദിയിൽ നിന്ന് തൗഹീദിനെതിരെയും ശിർക്കിനെതിരെയും ഒക്കെ ഘോരഘോരം പ്രസംഗിച്ച നാവിൽ നിന്ന് ഇപ്പോൾ മുജാഹിദുകളെ സംബന്ധിച്ച് കേട്ടാൽ ഇറക്കുന്ന വാക്കുകൾ പുറത്തു വന്നെടുക്കുന്ന നഊദുബില്ലാ. അള്ളാഹ് നിങ്ങൾക്ക് ഹിദായത്ത് തരട്ടെ. അള്ളാഹു നമുക്കെല്ലാം ഹിദായത്ത് തരട്ടെ. അള്ളാഹു നമുക്ക് സ്വർഗ്ഗം നൽകി അനുഗ്രഹിക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാവുള്ളൂ. ബഹുമാനെ അനസ് മൗലവിക്കും എല്ലാവർക്കും വേണ്ടി നമ്മളൊക്കെ പ്രാർത്ഥിക്കുന്നുണ്ട്. അവർക്കൊക്കെ ഹക്ക് പറഞ്ഞിരുന്നൊരു കാലമുണ്ടായിരുന്നു. ഇനിയും അതിലേക്ക് തിരിച്ചു വരാനുള്ള തൗഫീക്ക് കൊടുക്കട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. നമുക്ക് ആരോട് വ്യക്തിവിരോധമില്ല, നമ്മളൊക്കെ നല്ല സുഹൃത്തുക്കളാണ്, ഒരു കുഴപ്പമില്ല. പക്ഷെ ഈ വിഷയം നിങ്ങൾ അവിടെ പറഞ്ഞത് ശരിയായില്ല. തൗഹീദുൽ ഉലൂഹിയത്തിലെ ശിർക്കാണ് അബ്ദുൽ ജബ്ബാർ മൗലവി എഴുതിയതെങ്കിൽ ഞാൻ ഈ പറഞ്ഞ 10 കാര്യങ്ങൾ നിങ്ങൾ മറുപടി പറയണം. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.